മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം യുവതിയുടെ വയറ്റിനുള്ളിൽ തുണി കുടുങ്ങിപ്പോയ സംഭവത്തിൽ ആരോഗ്യ വിദഗ്ധരുടെ സംഘം ഇന്ന് മാനന്തവാടിയിലെത്തും. ചികിത്സാ പിഴവിന് ഇരയായ യുവതിയിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കുമെന്നാണ് അറിയുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മൾ കൊണ്ടുവന്ന ഒരു വാർത്തയാണ്, എന്നാൽ ഇത് കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു. കാര്യം അത്രയധികം തുണി അവരുടെ ശരീരത്തിനുള്ളിൽ കുടുങ്ങിപ്പോയിരുന്നു. അതവർ കാണാതെ പോയി എന്ന് പറഞ്ഞാൽ നോട്ടപ്പിശക് എന്ന് മാത്രം അതിനെ ചുരുക്കി കാണാൻ കഴിയില്ല. ഗുഡ് മോർണിംഗ്, പറയൂ. എന്തായാലും ആ വാർത്ത വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. കാരണം അത് വലിയ വീഴ്ച ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള തരത്തിലുള്ള ആ ഒരു നിഗമനത്തിലേക്ക് തന്നെ ആരോഗ്യവകുപ്പ് എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന് വിദഗ്ധ പരിശോധന വേണം. ആ പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് കൂടുതൽ സംസ്ഥാന തലത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നത്. ഇന്ന് മാനന്തവാടിയിൽ ആരോഗ്യവകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായ ഡോക്ടർ വീണ സരോജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തുന്നത്. ഇതിനുശേഷം അതിൽ ഗൈനക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വലിയ സംഘമുണ്ട്. കോഴിക്കോട് നിന്നുള്ള ഡോക്ടർമാരുണ്ട് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. എന്തായാലും ഇവരുടെ നേതൃത്വത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഈ സംഭവം വിധേയമാക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആശുപത്രി രേഖകൾ പരിശോധിക്കും. ഈ യുവതിയിൽ നിന്ന് വിശദമായ രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തും. ഇതിന്റെ എല്ലാ തന്നെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി ഫോണിൽ ഈ യുവതിയെ വിളിച്ച് സംസാരിച്ചിരുന്നു. അത് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അവർ ആരോഗ്യമന്ത്രി ഒപ്പമുണ്ട് എന്നുള്ളത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ വീഴ്ച കണ്ടെത്തിയെങ്കിൽ ഉറപ്പായും നടപടി ഉണ്ടാകും. മാത്രമല്ല ഈ യുവതിയും കുടുംബാംഗങ്ങളും ഉന്നയിച്ച ആവശ്യം അവർക്കൊരു പരിശോധനയാണ്, പൂർണ്ണ പരിശോധന. അത് കൃത്യമായ രീതിയിൽ തന്നെ ഇന്ന് നടക്കും. ഇന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അതിനുള്ള സജ്ജീകരണം ഒരുക്കണം. അവരുടെ ആരോഗ്യ നില സംബന്ധിച്ചുള്ള ഒരു പരിശോധന വേണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. അത് അംഗീകരിക്കുന്ന തരത്തിൽ തന്നെ ഇന്നലെ ആരോഗ്യമന്ത്രി ഉറപ്പു നൽകി. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ. എന്തായാലും ഈ വിഷയം വലിയ രീതിയിലുള്ള ചർച്ച ഉയർന്നു വരുന്ന സാഹചര്യവും വലിയ പ്രതിഷേധവും ഉടലെടുത്തൊരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മന്ത്രി MLA കൂടിയായ മന്ത്രി OR കേളു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ DMO ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് ഒരു പ്രാഥമിക റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിലുള്ള ഒരു അന്വേഷണം, സംസ്ഥാന തലത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തിയുള്ള ഒരു അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ കൃത്യത ഉണ്ടാകും, അതിൽ വ്യക്തത വരും. അതിനുശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.